ഗോട്ട് കണ്ടു. കാണാൻ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. തിരിച്ചു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമായി. ഒരു ഡബിൾ ക്ലൈമാക്സ് എന്ന് പറയണോ അതോ ടൈലൻ്റ് എന്ന് പറയണോ എനിക്കറിയില്ല. എന്തായാലും ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ക്ലൈമാക്സിന് ശേഷം വരുന്ന ഒരു കുറച്ച് സെക്കൻഡ്സിനുള്ള സാധനം. എന്തിനാണോ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഈ പടത്തിലിട്ട്? നിങ്ങൾ ഷൂട്ട് ചെയ്തത് കാണിക്കാതിരുന്നൂടി? എഡിറ്ററൊന്നും ഇല്ലായിരുന്നു അതൊന്ന് കട്ട് ചെയ്ത് കളയാനായിട്ട്. ഈ മനുഷ്യന്മാർക്ക് എന്തിനാ ഇങ്ങനെ അന്യായമായിട്ട് ചിന്തിക്കാനുള്ള ശേഷി കൊടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ല ഓക്കെ, ക്ലൈമാക്സ് വരെ നിങ്ങൾ പറഞ്ഞതെല്ലാം നമ്മൾ വിശ്വസിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം എന്തുന്നടേ പറയുന്നേ? ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുമോ? എന്താ പറയേണ്ടത്? ഇതിൽ പാട്ടുകളുണ്ട് ഗൈസ്, ഒരാവശ്യമില്ലാത്ത പാട്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ഓക്കെ ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിക്കുന്നു, ആ ഒരു സിറ്റുവേഷനാണ് ഫസ്റ്റ് സോങ്. അത് ഓക്കെ, അതിനൊരു ഓക്കെ എന്തെങ്കിലും വോട്ടെവർ അവരുടെ ഒരു ബോണ്ട് കാണിക്കുക അതൊക്കെ ആണെങ്കിൽ എന്ന് വിചാരിക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെക്കൻഡ് സോങ് വരുന്നത് ഹീറോയിൻ ആയിട്ടുള്ള ഒരു റൊമാൻസ് കാണിക്കാനാണ്. അങ്ങനെ റൊമാൻസേ ഇല്ല, പിന്നെ എന്തിനാ അങ്ങനെ ഒരു പാട്ടെന്ന് ആലോചിച്ചു പോകും നമ്മള്. ഇതില് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിപ്പോയി. ലാസ്റ്റ് ഒരു പാട്ട് വരും, നമ്മുടെ തൃശ്യൊക്കെ ഉണ്ട്, എതുക്കടാ എതുക്ക് ഇതെല്ലാം യാരടാ പണി വെച്ചിരിക്ക്, എതുക്കടാ പണിട്ടിരിക്കെന്ന് തോന്നുന്നു. കാര്യം തൃശ്യൊക്കെ വരുന്ന സോങ് കമ്പയർ ടു ലിയോയിലെ നമ്മുടെ മഡോണ ചേച്ചി ഡാൻസ് കമ്പയർ ചെയ്യുമ്പം പവറായിരുന്നു, ഗത്തായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ലിറ്ററലി അവിടെ. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണാം. പക്ഷെ പേഴ്സണലി എനിക്ക് തീരെ ഞാൻ ഓക്കെ അല്ല. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്ത് പോയൊരു പടമായിരുന്നു, പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും മീറ്റ് ചെയ്തില്ല. ദാറ്റ്സ് ഓൾ. ബൈ.